ബ്രേക്ക്ഫാസ്റ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ടേസ്റ്റിയായ ബിണ്ടി മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, ഇതൊരു വെജിറ്റേറിയൻകാരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. അതായത് ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റിലിരിക്കുന്ന വെണ്ടയ്ക്ക മസാലയാണിത്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷും കൂടെയാണ്. അതുകൊണ്ടാണ് ഇത് ബിണ്ടി മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 20 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരുപാട് കൂടുതൽ എടുക്കണ്ട, നിങ്ങൾക്ക് ടേസ്റ്റ് ശരിയാകത്തില്ല. ഒരു കാൽ കിലോയേക്കാൾ അല്പം കുറവായിട്ട് വരും ഇത്. ഞാൻ ഒരു 20 വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വലുതാണെങ്കിൽ 2-3 കട്ട് ചെയ്യുക. വലിയ വെണ്ടയ്ക്കാണെങ്കിൽ. ചെറിയ വെണ്ടയ്ക്കാണെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്താൽ മതി. ചിലപ്പോൾ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും ഇത് ഒരു 20 എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ മസാലയ്ക്ക് കറക്റ്റ് അളവായിരിക്കും. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ നമുക്കിത് ആദ്യം ഇത് കുറച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത് ഈ വെണ്ടയ്ക്കാന്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ ഇവിടെ പാനിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായിട്ട് ഫ്രൈ ചെയ്യാം. ഞാൻ ഒന്ന് ഹാഫാണ് ആദ്യം ഇടാൻ പോണത്, എല്ലാം ചേർത്തിടണില്ല. ഞാൻ കുറച്ച് ഓയിലായതുകൊണ്ട് കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുക്കായി വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ. ഞാൻ ഇപ്പോൾ നല്ല ചെറുതായതുകൊണ്ട് ഇത് ഫുൾ അങ്ങനെ ഇട്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഇതൊന്ന് ചെറുതായിട്ട് നല്ല അങ്ങ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പച്ച ഇത് പോയിട്ട് എടുക്കാം. നിങ്ങളതുപോലെ വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ അത് വെള്ളത്തോടെ കട്ട് ചെയ്യരുത്. ഒന്നുകിൽ അത് വാഷ് ചെയ്ത് കുറേ സമയം നെറ്റിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് തുടച്ചിട്ട് വേണം അത് കട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ വെള്ളത്തോടെ ഇരിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അല്ലെങ്കിലും നിങ്ങൾ എന്ത് വെണ്ടയ്ക്ക ഡിഷ് ഉണ്ടാക്കുമ്പോഴും അല്പം വെള്ളാംശം എല്ലാം പോയിട്ട് ഡ്രൈ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരുമാതിരി ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ തുടച്ചിട്ട് കട്ട് ചെയ്യുക. ഞാനാണെങ്കിൽ വാഷ് ചെയ്ത് കുറേ സമയം നെറ്റിൽ വെച്ചിരിക്കും. അപ്പോൾ വെള്ളം എല്ലാം പോയി അങ്ങ് കാറ്റിൽ തന്നെ ചെറുതായിട്ട് അങ്ങ് ഡ്രൈ ആയിക്കോളണം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. അതിപ്പോൾ ചെറുതായിട്ടുണ്ട്, കണ്ടോ? അതിൻ്റെ വലിപ്പം ഒന്ന് ചെറുതായിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇത് ഫ്രൈ ആകാതെ എടുക്കരുത്, അത് ശരിയാകത്തില്ല. കുറച്ച് കുഴഞ്ഞതൊക്കെ പോയി കാണുന്നുണ്ട്, കുറച്ചൊന്ന് ചുരുങ്ങിയിരിക്കുന്നുണ്ട്. ഇതാണ് കറക്റ്റ്. നെക്സ്റ്റ് ഹാഫും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ 1 more ടൈം കൂടെ ഇടുന്നുണ്ട്. ഇത് 3rd ടൈമാണ്. അതായത് ഞാൻ കുറച്ചുകൂടെ വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എഗെയിൻ ഞാൻ ഒന്ന് കുറച്ചുകൂടെ ഫ്രൈ ചെയ്യണം. അപ്പോൾ ടോട്ടലി ഒരു 1/4 കിലോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 1/4 കിലോ വെണ്ടയ്ക്കായും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ചെറുതായി പോവും. അപ്പോൾ ഇനി ബാക്കി ഇത്രയും ഓയിലുണ്ട്. നമുക്കിതെല്ലാം ഓയിൽ വേണ്ട ഓണിയൻ ഫ്രൈ ചെയ്യാം. കുറച്ച് മാറ്റിയിട്ട് ബാക്കി ഓയിലിൽ ഓണിയൻ ഫ്രൈ ചെയ്യാം. ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് എഗൈൻ ഒരു 1.5 ടേബിൾ സ്പൂൺ പോലെ ഇരിക്കും. ഇത്രയും ഓയിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ലാർജ് സൈസ് സവോളയും 2 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് ഫ്രൈ ചെയ്യാം. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് എന്ത് വേണമെങ്കിലും ഇടാം. അഗൈൻ നമുക്ക് നല്ലപോലെ ഇത് ഫ്രൈ ആകട്ടെ. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഓർഡിനറി ചില്ലി പൗഡർ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടതിന് പകരം നിങ്ങൾ 1 ടീസ്പൂൺ ഓർഡിനറി ചില്ലി പൗഡർ ഇട്ടാൽ മതി. കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ 2 ഇടുന്നത്. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടാൽ മതിയാകും, ഒരുപാട് ഇടണ്ട. നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം. നിങ്ങൾ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ഇടുക. ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പച്ച സ്മെൽ പോയിട്ടുണ്ട് പൊടികളുടെയൊക്കെ. ഇനി നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാൻ ഒരു ലാർജ് ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2 എടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു നല്ല ലാർജ് ടൊമാറ്റോ ആണ്. കുറേ ഉണ്ട്, കാണുന്നുണ്ട് നിങ്ങൾ. ഇതെല്ലാം ഒന്ന് നല്ലപോലെ കുഴഞ്ഞ് ഒന്ന് സ്മാഷ് ആകട്ടെ. അതുവരെ ഒന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നല്ല സ്മാഷായി കിട്ടും. ഞാനിപ്പോൾ അടച്ച് തുറന്നാണ് കുക്ക് ചെയ്തത്. നല്ലപോലെ കുക്കായിട്ട് നമുക്കൊന്ന് സ്മാഷ് ചെയ്ത് വിടാം. സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ച് വിട്ടാൽ മതിയാകും നല്ലപോലെ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയും ഓണിയനൊക്കെ നല്ലപോലെ സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കസ്തൂരി മെത്തി ഇടുന്നതാണ്. കസ്തൂരി മെത്തി നിങ്ങൾക്കറിയാം, ഉലുവയുടെ ഇലയാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ ഇടുന്ന ആ ഉലുവയുടെ ഇല നിങ്ങൾക്കറിയാം. ഇതൊന്ന് കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഇടുമ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാകുന്നത്.
ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. നമുക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ഞാൻ കെറ്റിലിൽ ചൂടാക്കി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ആഡ് ചെയ്യണം. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് നോക്കുക, നിങ്ങൾ കറക്റ്റാണെന്ന്. പുളി നോക്കുക, പുളി കുറവാണെങ്കിൽ ടൊമാറ്റോ ആഡ് ചെയ്യണ്ട. നിങ്ങളുടെ അടുത്ത് ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ, അതായത് ഡ്രൈ മാംഗോ പൗഡർ, നമുക്കിതിന് മുമ്പിൽ കാണിച്ചായിരുന്നു. കളർ വെജിറ്റബിൾ പൗഡർ ആൻഡ് കളർ പൗഡറിൽ മാങ്ങ ഉണക്കി പൊടിക്കണത്, അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ യൂസ് ചെയ്യണതാണ് ഡ്രൈ മാംഗോ പൗഡർ. അതില്ലെങ്കിൽ നിങ്ങൾ ലെമൺ ജ്യൂസ് ഒഴിക്കുക, ടൊമാറ്റോ ഇടണ്ട. എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ആഡ് ചെയ്യാം. 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടെ ഇട്ട് ഒന്ന് ഇളക്കാം. നിങ്ങൾ എപ്പോഴും കുത്തി ഇളക്കരുത്, വെണ്ടയ്ക്ക പൊട്ടിപ്പോവും. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ആണെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഇപ്പോൾ ചൂടുവെള്ളം ഒഴിക്കണുണ്ട്. കുറച്ചൊന്ന് ഈ വെള്ളം വറ്റിയിട്ട് നമുക്ക് മാറ്റാം. അപ്പം നമ്മുടെ ബിണ്ടി മസാല റെഡി ആയിട്ടുണ്ട്, കാണുന്നുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഓഫ് ചെയ്യാണ് സ്റ്റവ്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയായ ബിണ്ടി മസാല കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം, വളരെ സ്വാദുമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്